പാതഞ്ജല യോഗസൂത്രത്തിലെ ചിത്തവൃത്തികളെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി വരുന്ന ഏറ്റവും അഞ്ചാമത്തേത് എന്ന് പറയപ്പെടുന്നതാണ് സ്മൃതി എന്ന അവസ്ഥ. ചിത്തവൃത്തി അനുഭൂത വിഷയ അസംപ്രമോഷഃ സ്മൃതിഃ. അനുഭൂത വിഷയ അസംപ്രമോഷഃ സ്മൃതിഃ എന്നാണ് ആചാര്യൻ സ്മൃതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സ്മൃതി? ഓർമ്മയാണ്. എങ്ങനെയുള്ള ഓർമ്മയാണ്? അനുഭൂതമായ വിഷയം, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും അനുഭൂതമായ വിഷയത്തിൽ നിന്നും ഒട്ടും കൂടുതലുമല്ല കുറവുമല്ല, അതേപടി നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ആ വിഷയങ്ങളുടെ ഓർമ്മ, അതാണ് സ്മൃതി എന്ന് പറയപ്പെടുന്നത്. ആ ഒരു അനുഭവിച്ച കാര്യങ്ങളെ അതേപടി ഓർക്കുന്ന അവസ്ഥയെ, അതല്ലെങ്കിൽ അതെന്താണോ, നമ്മൾ എന്താണോ അനുഭവിച്ചത്, ആ ഒരു അവസ്ഥ മനോവ്യാപാരത്തിൽ വരുമ്പോൾ ആ ചിത്തവൃത്തിക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്മൃതി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പ്രമാണങ്ങളിൽ നിന്നും, പ്രമാണം, പ്രത്യക്ഷ, അനുമാന, ആഗമ പ്രമാണത്തിൽ നിന്നും, അതുപോലെ തന്നെ സംശയം, ആ ഒരു ഭ്രമം എന്നൊക്കെ തുടങ്ങിയ വിപര്യത്തിൽ നിന്നും, ഇനി ഇല്ലാത്ത അവസ്ഥ, ഒരു വസ്തുവിൻ്റെ ശബ്ദജ്ഞാനം മാത്രം പക്ഷേ വസ്തുശൂന്യമായ അവസ്ഥ എന്ന് പറയുന്ന വികൽപ്പത്തിൽ നിന്നും, എന്നാൽ ഉറങ്ങുന്ന അവസ്ഥ, നിദ്രാവസ്ഥ, ഇതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഏതൊക്കെ അനുഭവ വിഷയങ്ങൾ നമുക്കുണ്ടായോ, നമ്മളുടെ മനോവ്യാപാരത്തിൽ നിൽക്കുന്നതായ നമ്മൾ അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള മനോനില, ആ ഒരു മനോവ്യാപാരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അനുഭവിച്ചപടിയുള്ള ഓർമ്മ നമുക്ക് വരുന്നുണ്ടോ അതിനെയാണ് സ്മൃതി എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് തന്നെയാണ് അനുഭൂത വിഷയം. അനുഭവിച്ചിട്ടുള്ളതായ വിഷയം, ഏതൊരു വിഷയമാണെങ്കിലും അതിൻ്റെ ഒട്ടും കുറവുമല്ല കൂടുതലുമല്ല, ആ അനുഭവിച്ചപടി. അതുകൊണ്ടാണ് അസംപ്രമോഷഃ എന്നുള്ള വാക്ക് അവിടെ പറയുന്നത്. ഒട്ടും കൂടുതലുമല്ല ഒട്ടും കുറവുമല്ലാത്ത രീതിയിൽ അനുഭവിച്ച അതേപടിയുള്ള അവസ്ഥ, ആ മനോവ്യാപാരത്തെ, ചിത്തവൃത്തിയെയാണ് ഇവിടെ സ്മൃതി എന്ന് ആചാര്യൻ വ്യവഹരിക്കുന്നത്. ഈ 5 വിധത്തിലുള്ള ചിത്തവൃത്തികളെ ആചാര്യൻ ഇപ്രകാരം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ആദ്യത്തത് പ്രമാണം, പിന്നെ വിപര്യം, പിന്നെ വികൽപ്പം, പിന്നെ നിദ്ര, പിന്നെ സ്മൃതി. ഈ 5 കാര്യങ്ങളും, ഈ പഞ്ചതയ്യഃ ചിത്തവൃത്തയഃ, 5 തരത്തിലുള്ള ചിത്തവൃത്തികൾ എന്നറിയപ്പെടുന്നത് ഇവയാണ്. പ്രമാണം ആണ്, പ്രമാണത്തിൽ പ്രത്യക്ഷം, അനുമാനം, ആഗമം, 3 പ്രമാണങ്ങളാണ് യോഗശാസ്ത്രത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. വിപര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രമാണം യഥാർത്ഥ ജ്ഞാനത്തിൽ തന്നെ ഊന്നി നിൽക്കുന്നവയാണ്. വിപര്യം എന്ന് പറഞ്ഞാൽ അവിടെ സംശയമുണ്ട്, ഭ്രമമുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. ഇതാണ് മിഥ്യാജ്ഞാനം എന്നാണ് ആചാര്യൻ അതിനെ വ്യവഹരിച്ചിരിക്കുന്നത്. ഇനിയോ വികൽപ്പം എന്ന് പറഞ്ഞാൽ ശബ്ദജ്ഞാനാനുപാതി, ശബ്ദജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന പക്ഷേ വസ്തുശൂന്യമായ ആ ഒരു അവസ്ഥയെയാണ്, ചിത്തവൃത്തിയെയാണ് നമ്മൾ വികൽപ്പം എന്ന് പറയുന്നത്. ഇനിയോ നിദ്ര എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രമാണമോ വിപര്യമോ വികൽപ്പമോ ഒന്നുമല്ലാതെ ഇവയുടെ അഭാവത്തിൽ ഉണ്ടാകുന്നതായ ചിത്തവൃത്തിയെയാണ് നിദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സ്മൃതി എന്നുള്ള അവസാനത്തെ ചിത്തവൃത്തി, 5ാമത്തെ ചിത്തവൃത്തി ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അനുഭൂത വിഷയ അസംപ്രമോഷഃ. അനുഭൂതമായ, അനുഭവിച്ച വിഷയങ്ങളുടെ അസംപ്രമോഷമായ ചിത്തവൃത്തിയാണ് സ്മൃതി എന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ 5 ചിത്തവൃത്തികളെ ആചാര്യൻ ഈ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു.